ഇസ്ലാം പാഠശാല, ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhaShala.net, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله. فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ ഭയന്ന്
അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളെ, കർമ്മങ്ങളെ അല്ലാഹു തന്നെ അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു കച്ചവടത്തോട് ഉപമിക്കുന്നുണ്ട്, ഉദാഹരിക്കുന്നുണ്ട്. നാമും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ഒരു വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള ബന്ധത്തിന് സമാനമായ ഒരു ക്രയവിക്രയത്തിന്റെ ബന്ധമാണ്. നാം നമ്മുടെ കൈവശമുള്ളത് എന്താണോ, നമുക്കുള്ളത് എന്താണോ അത് അല്ലാഹുവിന് കൊടുക്കുമ്പോൾ അല്ലാഹു അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചിലത് അല്ലാഹു തള്ളും. ഞാനില്ല നീയുമായി കച്ചവടത്തിന്, നിന്റെ ഈ ഇബാദത്ത് എനിക്ക് വേണ്ട എന്ന് അല്ലാഹു തള്ളും. എന്നാൽ അല്ലാഹു അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നിന്ന് ഈ ഇബാദത്തുകളെ, കർമ്മങ്ങളെ സ്വീകരിക്കുകയും അതിന് പകരമായി എണ്ണമറ്റ പ്രതിഫലങ്ങൾ, അല്ലാഹുവിന്റെ തൃപ്തി, അവന്റെ സലാം, അവന്റെ മഗ്ഫിറത്ത്, പാപമോചനം, അതിനേക്കാൾ ഉപരി അവന്റെ സ്വർഗം, ഇതെല്ലാം പ്രതിഫലമായി പകരം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ഈ ബന്ധത്തെ പരിശുദ്ധ ഖുർആൻ ഒരു കച്ചവടത്തോട് തന്നെ ഉപമിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. അല്ലയോ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? തുൻജീക്കും മിൻ അദാബിൻ അലീം, അല്ലാഹുവിന്റെ വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന, രക്ഷിക്കുന്ന ഒരു കച്ചവടമാണ്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന, നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ കച്ചവടം ആരംഭിക്കുന്നത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, ആ കച്ചവടം അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ തുടക്കം. അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുകയും പോരാ, നിങ്ങളുടെ വിശ്വാസം മാത്രം പോരാ, വതുജാഹിദൂന ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രയത്നിക്കുക, പണിയെടുക്കുക, ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വാസമർപ്പിച്ച് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾ പ്രയത്നിക്കുക. ദാലിക്കും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ കച്ചവടമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഈ കച്ചവടത്തിൽ നിങ്ങൾക്കുള്ള ലാഭം യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ ദാലിക്കൽ ഫൗസുൽ അലീം. അല്ലാഹു തആല നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പോരായ്മകൾ, ഒരുപാട് തെറ്റുകളുണ്ട്, അതെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും.
നിങ്ങളുടെ വീഴ്ചകളെ അല്ലാഹു തആല മാപ്പാക്കുകയും താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അവൻ നിങ്ങൾക്ക് ഇടം തരുകയും ആ സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ ഭവനങ്ങളിൽ, സ്വർഗീയ വീടുകളിൽ അവൻ നിങ്ങളെ പാർപ്പിക്കുകയും ചെയ്യും. ഇതാണ് അല്ലാഹു തആല നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ലാഭം. നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷേ ഈ കച്ചവടത്തിന്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ മരണത്തിന് ശേഷമാണ്. നിങ്ങളുടെ മരണത്തിന് ശേഷമാണ് ഈ കച്ചവടത്തിന്റെ ലാഭം അതിന്റെ പൂർണ്ണമായ അളവിൽ നിങ്ങൾക്ക് ലഭിക്കുക. എങ്കിലും അതിന്റെ മുമ്പേ തന്നെ ഒരു വേള മരണത്തിന്റെ വിളിയുമായി മരണത്തിന്റെ ദൂതൻ അസ്റായീൽ എന്ന മലക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടുപോകാൻ വരുമ്പോൾ, നിങ്ങൾ മരണാസന്നനായി കിടക്കുന്ന, മരണം കാത്തു കിടക്കുന്ന ആ വേളയിലും ഈ കച്ചവടത്തിന്റെ ലാഭം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തരം മരണത്തെപ്പറ്റി ഒരു ഹദീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് മരണാനന്തരം അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്ന അവരുടെ ഇരിപ്പിടം സ്വർഗത്തിലോ അല്ലെങ്കിൽ നിഷേധികൾക്ക് നരകത്തിലോ, ഈ ഇരിപ്പിടം ഏതാണ് എന്ന് മരണത്തിന്റെ മലക്ക് മരിപ്പിക്കുന്നതിന് മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാം എല്ലാ മനുഷ്യരെയും കാണിച്ചുകൊണ്ടേ അവരുടെ റൂഹ് പിടിക്കുകയുള്ളൂ എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ വിശ്വാസിക്കുള്ള ഈ ലാഭം അവന്റെ മരണത്തിന്റെ ആ സന്ദർഭം മുതൽ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അവിടെ നിന്നാണ് അത് തുടങ്ങുക. നിങ്ങൾ തയ്യാറുണ്ടോ അല്ലാഹുവുമായുള്ള ഈ കച്ചവടത്തിന് എന്നാണ് അല്ലാഹുവിന് അറിയാനുള്ളത്. ഈ കച്ചവടത്തിൽ നിങ്ങളുടെ മൂലധനം, അല്ലാഹുവുമായുള്ള ഈ കച്ചവടത്തിൽ നമ്മളുടെ മൂലധനം, നമുക്ക് ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ട ആയുസ്സാണ്, സമയമാണ്. നിങ്ങളുടെ കൈവശമുള്ള സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ നേടിയെടുത്ത വിജ്ഞാനവും ഇതെല്ലാം ഈ കച്ചവടത്തിലെ മൂലധനങ്ങളാണ്. ഈ മൂലധനം ഇറക്കാൻ, ഇതിന്റെ ലാഭം സ്വർഗമായി എനിക്ക് ലഭിക്കും എന്ന പ്രചോദനത്താൽ അല്ലാഹുവുമായുള്ള ഈ കച്ചവടത്തിന് നിങ്ങൾ ഉണ്ടോ എന്നാണ് അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നത്. സമ്പത്തടക്കമുള്ള ഈ മൂലധനം ഇന്നല്ലെങ്കിൽ നാളെ അത് പൂർണ്ണമായും നമ്മെ വിട്ടു പിരിയും. അല്ലാഹുവുമായുള്ള ഈ കച്ചവടത്തിൽ ഇറക്കാതെ നിങ്ങൾ പിടിച്ചുവെച്ച ഈ സകലമാന മൂലധനങ്ങളും നാളെ നിങ്ങളുടേതല്ലാതായി മാറും. വലം യഖ്റുജു ഇല്ലാ ബികുതിനിൻ വഖിർകതിൻ വമാ ആമറൂ മിൻ മൻസിലിൻ ഖാവിയാ. മനുഷ്യരെ അവസാന യാത്രക്ക് സന്തോക്കിൽ അവരെ ശവമഞ്ചത്തിൽ ആളുകൾ വഹിച്ചുകൊണ്ടു പോകുന്ന, ആ ജനാസ വഹിച്ചുകൊണ്ടു പോകുന്ന യാത്രയെ സംബന്ധിച്ച് വിശ്വവിഖ്യാതനായ ഒരു കവി ചൊല്ലിയതാണ്. വലം യഖ്റുജു ഇല്ലാ ബികുതിനിൻ വഖിർകതിൻ. അവരെ കൊണ്ടുപോയപ്പോൾ, അവസാനത്തെ യാത്ര ഈ ഭൂമിയിൽ നിന്ന് അവർ പോയപ്പോൾ അവർ തങ്ങളുടെ കൂടെ കൊണ്ടുപോയില്ല 3 കീറ് തുണിയും ഏതാനും ചില പഞ്ഞിക്കഷ്ണങ്ങളും അല്ലാതെ. ഏതാനും പഞ്ഞിക്കഷ്ണങ്ങളും 3 കഷ്ണം തുണിയുമല്ലാതെ അവർ വേറൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. അത് തന്നെയും അവരെടുത്തതല്ല, ആരോ അവരുടെ ദേഹത്ത് പുതപ്പിച്ചതാണ്. വമാ ആമറൂ മിൻ മൻസിലിൻ ഖാവിയാ. അവർ പടുത്തുയർത്തിയ അവരുടെ കൊട്ടാര സമാനമായ ഭവനം, എല്ലാ സൗകര്യങ്ങളും തികഞ്ഞ അവരുടെ വീട്, പക്ഷെ ഇന്നിതാ അതെല്ലാം അവന്റേതല്ലാതായി മാറിയിരിക്കുന്നു.
അവന്റെ ഓർമ്മകൾ പോലും വിസ്മരിക്കപ്പെട്ട, അവനെക്കുറിച്ചുള്ള സ്മരണകൾ പോലും കാലിയായ ഒരു വീടായി അത് മാറിയിരിക്കുന്നു. വാപ്പാടെ കട്ടിൽ, വാപ്പാടെ മുറി, വാപ്പാടെ കാറ്, വാപ്പാടെ കസേര, ഇനി അതങ്ങനെ പറയാൻ ആളില്ല. അതിനൊക്കെ പുതിയ ആളുകൾ വന്നു. എന്താ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുക? നാം എല്ലാം ബാക്കി വച്ചു. പക്ഷെ നമുക്ക് വേണ്ടി നാം എന്താണ് ബാക്കി വച്ചത്? മരണത്തെ മുഖാമുഖം കാണുന്നത് മുതൽ നാളെ കബറിൽ കിടക്കേണ്ടി വരുമ്പോഴും, ഒറ്റയ്ക്ക് ഏകനായി കബറിൽ കിടക്കേണ്ടി വരുമ്പോഴും നമുക്കനുഭവിക്കാൻ വേണ്ടി നാം എന്താണ് ബാക്കി വച്ചത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം കൊടുത്ത് തീർത്തത് മാത്രമാണ്. പടച്ചവന്റെ മാർഗത്തിൽ നാം കൊടുത്ത് തീർത്തത് മാത്രമാണ് ഇനി ബാക്കിയാകുന്നുള്ളൂ. ഈ ബാക്കിയാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സാമാന്യം വലിപ്പമുള്ള ഒരു ആടിനെ അറുത്ത് അയൽപക്കത്തുള്ള പാവങ്ങൾക്കൊക്കെ അത് വിതരണം ചെയ്തു. മാംസത്തിന്റെ വിതരണം പൂർത്തിയായതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ റസൂൽ ചോദിച്ചു, യാ ആയിഷ, ഹൽ ബഖിയ മിൻഹാ ശൈഉൻ, അതിൽ വല്ലതും ഇനി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. ആ മാംസത്തിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോ? ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബഖിയ മിൻഹാ ഇല്ലാ കതിഫുഹ, അല്ലാഹുവിന്റെ റസൂലേ, അതിന്റെ ഒരു തോള് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ തോളിറച്ചി, അതിന്റെ മുൻഭാഗത്തെ കാലിന്റെ ഒരു ഭാഗം, ആ തോളല്ലാതെ വേറൊന്നും ബാക്കിയില്ല. ഇനി ആകെ ബാക്കിയുള്ളത് ആ തോള് മാത്രമാണ്, തോളിറച്ചി മാത്രമാണ് എന്ന് പറഞ്ഞു. കാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിയ കുല്ലുഹാ ഗൈറു കത്ഫിഹ, എല്ലാം ബാക്കിയായി, ആ തോൾ ഒഴികെ. തോളല്ലാത്തതെല്ലാം ബാക്കിയായി എന്നാണ് റസൂൽ പ്രതികരിച്ചത്. പാവപ്പെട്ടവർക്ക് മാംസവിതരണം പൂർത്തിയായതായി അറിയിച്ചപ്പോൾ എന്തുണ്ട് ബാക്കിയെന്ന് റസൂൽ ചോദിക്കുമ്പോ തോള് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ റസൂല് പറയുന്നു, ആയിഷ, എന്നാൽ അങ്ങനെയല്ല, തോളല്ലാത്തതെല്ലാം ബാക്കിയായി. കൊടുത്തു തീർത്തു എന്ന് നീ എന്തിനെ കുറിച്ചാണോ പറഞ്ഞത്, ആയിഷ നീ അറിയണം, അതേ ഇനി ബാക്കിയായിട്ടുള്ളൂ. കൊടുത്തു തീർത്തു എന്ന് നീ പറഞ്ഞത് അതാണ് അവശേഷിച്ചിട്ടുള്ളത്, അതാണ് ബാക്കിയായിട്ടുള്ളത് എന്ന് പറഞ്ഞ് തന്റെ ഭാര്യ പറഞ്ഞ വാക്കിനെ പ്രവാചകൻ മറിച്ചിട്ട് എന്ന് പറയുകയാണ്. നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത് തീർത്തതാണ് ഇനി ബാക്കിയാവുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിവിടെ ബാക്കി വെച്ച് പോകും, പക്ഷെ നമ്മുടേതല്ല എന്ന് മാത്രം. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള സകല മൂലധനങ്ങളെയും നാം കൈകാര്യം ചെയ്യുവാൻ. ഈ അറബികൾക്ക് ഏറ്റവും കൂടുതൽ പണ്ടുകാലം മുതലേ താല്പര്യമുള്ള, ഇഷ്ടമുള്ള, അവർക്ക് അങ്ങേയറ്റം ആവേശം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് നല്ല മുന്തിയ ഇനം കുതിരക്കുട്ടികളെ വാങ്ങി അതിന് ഏറ്റവും നല്ല മുന്തിയ ഭക്ഷണം കൊടുത്ത് വളർത്തി വലുതാക്കി അതിനെ മത്സരത്തിലും സവാരിക്കുമൊക്കെ ഉപയോഗിക്കുക, പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നൊരു രീതി. നല്ല കുതിരകളെ വാങ്ങി അതിന്റെ പേരിൽ അഭിമാനിക്കുന്നവരായിരുന്നു അറബികൾ. അടയാളം വെച്ച കുതിരകൾ, ദേഹത്ത് ചില പ്രത്യേക പാടുകളുള്ള, ചിഹ്നങ്ങളുള്ള, അടയാളങ്ങളുള്ള കുതിരകൾ, നല്ല ഒത്തിണങ്ങിയ കുതിരക്കുട്ടിയെ വാങ്ങും അറബി. എന്നിട്ട് അതിനിങ്ങനെ രാവും പകലും വ്യത്യാസമില്ലാതെ വളർത്തി സ്വന്തം മക്കളെ പോലെ തന്നെ ഈ കുതിരക്കുട്ടികളെ വാങ്ങി അതിനെ വളർത്തി വലുതാക്കി അതിൽ സന്തോഷിക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്ക് അന്നുണ്ട്, ഇന്നുമുണ്ട്. ഇന്നും അറബികളുടെ ആ ശീലത്തിന് മാറ്റം വന്നിട്ടില്ല. ഗൾഫിലൊക്കെ ലക്ഷക്കണക്കിന് ദീനാറ് തങ്ങളുടെ കുതിരകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഷെയ്ഖുമാർ. എന്റെ ഒരു സുഹൃത്തുണ്ട്, കേരളത്തിലെ ഇപ്പോഴും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട, മലപ്പുറം ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ MLA യുടെ അനുജനാണ്.
ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായ അദ്ദേഹം ദുബായിൽ അറബിയുടെ ഷെയ്ഖിന്റെ കുതിരാലയത്തിൽ മാനേജരായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കുതിരക്ക് വേണ്ടി ഷെയ്ഖ് കാണിക്കുന്ന താല്പര്യം, അവർക്ക് കൊടുക്കുന്ന ശമ്പളം, യൂറോപ്പിലേക്ക് വരെ ഈ കുതിരകളെ അന്വേഷിച്ച് ഷെയ്ഖ് പോകും. നല്ല മുന്തിയ കുതിരകളെ കൊണ്ടുവരും, എന്നിട്ട് അവയെ പരിപാലിക്കും. ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ചെലവഴിക്കുന്നത് എന്നൊക്കെ ഈ കുതിരകളും അറബികളും തമ്മിലുള്ള ബന്ധം പറയുകയുണ്ടായി. ഇന്നുമുണ്ട് അറബികളുടെ ആ ഒരു സംസ്കാരം. ഞാൻ പറഞ്ഞു വരുന്നത്, അറബികളുടെ ജീവിതത്തിൽ അങ്ങേയറ്റം അവർക്ക് താല്പര്യമുള്ള ആ ഒരു സംസ്കാരത്തെ, ആ ഒരു സമ്പ്രദായത്തെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഹദീസ് പറഞ്ഞു. മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹാ കമാ യുറബ്ബി അഹദുക്കും ഫുലുവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു കാരക്കാച്ചികൾ മാത്രം വലിപ്പമുള്ളതാണെങ്കിൽ പോലും ഒരു നല്ല സദക്ക നിങ്ങൾ ചെയ്താൽ, മിൻ കസ്ബിൻ ത്വയ്യിബിൻ, നല്ല സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ സകലമാന ഹറാമിന്റെ മാർഗം തേടി നടന്ന് ഹറാമായ മാർഗത്തിലൂടെ കുറെ പണമുണ്ടാക്കി അത് പാവപ്പെട്ടവനും പടച്ചോന്റെ മാർഗത്തിലും പള്ളി ഉണ്ടാക്കാനൊക്കെ കൊടുത്തതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തിൽ അത് സ്വീകരിക്കപ്പെടില്ല. ജനങ്ങളെ നിങ്ങളെ കൊണ്ടു നടക്കും, പക്ഷെ പടച്ചോനെ നിങ്ങൾക്ക് വേണ്ട. പടച്ചോന്റെ അടുത്ത് നിങ്ങളുടെ ആ ഒരു ദീനാറും ഒരു രൂപയും സ്വീകരിക്കപ്പെടില്ല. ഈ ഹദീസ് പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും നല്ല സമ്പാദ്യത്തിൽ നിന്ന്, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു കാരക്കയോളം ഉള്ളതാണെങ്കിൽ പോലും ഒരു ചെറിയ സദക്കയെ നിങ്ങൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, ആ സദക്കയെ അല്ലാഹു തആല തന്റെ വലം കൈ കൊണ്ട് സ്വീകരിക്കും. വളരെ ചെറുതാണെങ്കിൽ പോലും ആ സദക്കയെ അല്ലാഹു തആല തന്റെ വലം കൈ കൊണ്ട് സ്വീകരിക്കുകയും സുമ്മ യുറബ്ബിഹാ, എന്നിട്ട് ആ സദക്കയെ അല്ലാഹു തആല പരിപാലിച്ച് വളർത്തി വലുതാക്കും. അതിന്റെ ഉടമക്ക് വേണ്ടി കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ. അറബികളെ, നിങ്ങൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ എത്രമാത്രം ശ്രദ്ധയോടെ വളർത്തുന്നു, കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടുകൂടി, എത്ര ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കി നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സദക്കകളെ, നല്ല സദക്കകളെ അല്ലാഹു തആല ചെറുതാണെങ്കിൽ പോലും അതിന് സ്വീകരിച്ച് വലം കൈ കൊണ്ട് സ്വീകരിക്കുക. എന്നിട്ട് അല്ലാഹു അതിനെ വളർത്തി വലുതാക്കും. നിങ്ങളിൽ ഒരാൾ അവന്റെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ നാളെ പരലോകത്ത് നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾ ചെയ്ത ഈ സദക്കകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വലുതായി വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ആയുസ് ആകുന്ന ഈ മൂലധനത്തെ, ജീവിതത്തിന്റെ സമയങ്ങളെ സദക്കകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. സദക്ക, ഈ സദക്ക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ധരിക്കുന്നത് ദാനധർമ്മം ചെയ്യലാണ് എന്നാണ്. പാവപ്പെട്ടവന് ഒരു നേരം ആഹാരം കൊടുക്കുകയോ വസ്ത്രം വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അല്പം പണം കൊടുത്ത് സഹായിക്കലോ ചെയ്യൽ മാത്രമാണ് സദക്ക എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ അറിയണം, സദക്ക എന്ന് പറഞ്ഞാൽ കേവലം പണം കൊടുത്ത് ഒരാളെ സഹായിക്കൽ മാത്രമല്ല. ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രമല്ല സദക്ക. സദക്ക എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, ജീവിത ശൈലിയാണ്. സദക്ക എന്ന് പറഞ്ഞാൽ കൊടുക്കലാണ്. എന്തു കൊടുക്കുന്നു എന്നുള്ളതല്ല, കൊടുക്കലാണ് സദക്ക. എന്തു കൊടുത്താലും അത് സദക്കയാണ്. അപരനെ സന്തോഷിപ്പിച്ചുകൊണ്ട്, അയാൾക്ക് സംതൃപ്തി നൽകിക്കൊണ്ട് നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ
നിങ്ങൾക്കൊരു ചിരിയാണ് കൊടുക്കാൻ കഴിയുന്നത്, സദക്കയാണത്. നോക്കൂ നിങ്ങൾ, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദക്കത്തുൻ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് സദക്കയാണ് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ. എന്താണ് സദക്ക എന്ന് പറയുകയാണ്. എടോ, നീ മസിൽ പിടിക്കല്ലേ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി എതിരേ നിന്ന് വരുന്ന മനുഷ്യനോട് ഒന്ന് ചിരിക്കുക. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ ലക, ഒരാളുടെ മുഖത്ത് നോക്കി, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുക എന്നുള്ളത് സദക്കയാണ്. നിങ്ങളിൽ ഈ ഖുതുബ കേൾക്കുന്ന ആളുകളിൽ ബഹുമാനനായ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഫൈസൽ സാഹിബിന് ചിരിക്കാൻ അറിയില്ലേ, ഈ മിമ്പറിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്ര ഗൗരവം? ഇന്ന പള്ളിയിലൊക്കെ ചെന്നപ്പോ ചിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്, നിങ്ങൾക്കെന്ത് ചിരിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. ഒന്ന് ചിരിക്കണം നിങ്ങൾ. ഞാൻ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചിരിക്കുമായിരുന്നു, പക്ഷെ മിമ്പറിൽ കയറിയാൽ, റസൂലിന്റെ ഖുതുബയെ പറ്റിയുണ്ട്, മിമ്പറിൽ കയറിയാൽ പിന്നെ റസൂലിന്റെ മുഖം ചുവക്കും, ഇഹ്മറ വജ്ഹുഹു വസ്ദദ്ദ ഖലബുഹു, വളരെ ഗൗരവത്തോടെ, അങ്ങേയറ്റം ഗൗരവത്തോടും ചുവന്ന മുഖത്തോടും നല്ല ശബ്ദത്തിലുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ നടത്തിയിരുന്നത് എന്നാണ്. ഈ മിമ്പറിൽ നമ്മൾ ചിരി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം അതാണ് എന്നുകൂടി പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് സദക്ക എന്നതിനെ സംബന്ധിച്ചാണ്. സദക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്, എന്ത് എന്നുള്ളതല്ല. എങ്ങനെയാണ് ഈ ചിരി സദക്കയാകുന്നത്? നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ എന്താണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം? ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി നന്നായി ചിരിക്കുന്നു, എന്റെ ആ സഹോദരൻ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശമുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ എതിരാളി അല്ല, ഇദ്ദേഹം എന്റെ ശത്രു അല്ല, എന്റെ ഗുണകാംക്ഷിയാണ് ഇദ്ദേഹം എന്ന ഒരു വലിയ സന്ദേശമാണ്, ഒരു സമാധാനമാണ് ഞാൻ ഈ ചിരിയിലൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതേസമയം ഞാൻ മനുഷ്യരെ കണ്ട തേനീച്ച കുത്തിയതുപോലെ മുഖം ഗൗരവത്തോടെ കനപ്പിച്ചിങ്ങനെ ഇരിക്കുക, ചിരിക്കാൻ പിശുക്ക് കാണിക്കുക, എങ്ങാനും ചിരിച്ചു പോയാൽ എന്റെ ഗൗരവം ചോർന്നു പോകും, കീഴ് ജീവനക്കാരോടും ജോലിക്കാരോടൊക്കെ ഒന്ന് ചിരിച്ചു പോയാൽ ഞാനല്ലാതായി പോകും, ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ചിരിക്കാൻ മടിക്കുന്ന കുറെ ആളുകളുണ്ട്. ചിരിക്കില്ല, ഗൗരവം പിടിച്ചു നിൽക്കുക. എന്താണ് അതിലൂടെ മറ്റേ ആൾക്ക് തോന്നുക? ഇദ്ദേഹം എന്താ ഇങ്ങനെ, ഇദ്ദേഹത്തിന് എന്നോടെന്ത് ഇത്ര വിരോധം എന്ന ഒരു ദുഃഖമാണ് അനുഭവപ്പെടുക. അതേസമയം നിങ്ങളൊന്ന് ചിരിക്കൂ, ആ ചിരി അവരിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പലതിനെയും പാരമ്പര്യവൽക്കരിച്ചിരിക്കുകയാണ്. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ, എന്താണ് ഇബാദത്ത്, ഇലാഹ്, റബ്ബ്. മുസ്ലിം സമൂഹം ഈ പദങ്ങളെ അതിന്റെ പാരമ്പര്യ നിർവചനത്തിൽ നിന്ന് പുറത്തു ചാടി ഇസ്ലാം അതിനെ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളണം. അവിടെയാണ് സദക്കയും കടന്നു വരേണ്ടത്. അപ്പൊ സദക്ക എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് ഒരാളെ സഹായിക്കലല്ല, അത് മാത്രമല്ല, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ, നിന്റെ ഭാര്യയുടെ വായിൽ ഒരു കഷ്ണം ഭക്ഷണം, വഅൻ തളഅ ലുക്മതൻ ഫീ ഫമി സൗജിക്, സ്നേഹത്തോടുകൂടി നിന്റെ ജീവിത പങ്കാളിയുടെ വായിൽ ഒരു ഭക്ഷണം നീ വെച്ചു കൊടുക്കൂ, സദഖത്തുൻ ലക, അത് നിനക്കുള്ള സദക്കയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.
അപ്പൊ സദക്ക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത ശൈലിയാണ്, ജീവിത സംസ്കാരത്തിന്റെ പേരാണ് സദക്ക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖത്തുൻ, എല്ലാ മുസ്ലിമിന്റെ പേരും സദക്ക എന്ന ബാധ്യതയുണ്ട്, എല്ലാവരും സദക്ക ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ദരിദ്രരായ ചില സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, കാല അറഅയ്ത ഇല്ലം യസ്തതി, ഞങ്ങളുടെ കൂട്ടത്തിൽ സദക്ക ചെയ്യാൻ കഴിവില്ലാത്തവരെന്ത് ചെയ്യും? അപ്പൊ അവര് വിചാരിച്ചത് പണം കൊടുത്ത് സഹായിക്കലാണ് സദക്ക എന്നാണ്. കഴിവില്ലാത്തവൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, യുഈനുദൽ ഹാജ്ജത്തിൽ മൽഹൂഫ്, വീണുകിടക്കുന്ന അവശനായ ഒരു മനുഷ്യനെ നിന്റെ ശരീരം കൊണ്ട് നിനക്ക് സഹായിച്ചുകൂടെ? നിനക്ക് പണമില്ല, പക്ഷെ നല്ല ആരോഗ്യമുണ്ടല്ലോ, നിന്റെ ഈ ആരോഗ്യം കൊണ്ട് ഒരു മനുഷ്യനെ ഒന്ന് സേവിച്ചുകൂടെ? ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരാളില്ലാതെ വീണുകിടക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്ന, ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗി, അവനെക്കുറിച്ച് രക്തം വേണം. നിനക്ക് അല്ലാഹു തന്ന ഈ ആരോഗ്യം, ഒരു കുപ്പി രക്തമാണ് നിനക്ക് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ സദക്കത്തുൻ, അത് സദക്കയാണ് എന്നല്ലേ പ്രവാചകനി പഠിപ്പിക്കുന്നത്? അപ്പോഴും ചില സഹാബികൾ ചോദിച്ചു, കീല അറഅയ്ത ഇല്ലം യസ്തതി, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെ ശാരീരികമായും കഴിവില്ലാത്ത ആളാണെങ്കിലോ, ആരോഗ്യം കൊണ്ടും സദക്ക ചെയ്യാൻ കഴിവില്ലാത്ത ആളാണെങ്കിലോ? റസൂൽ പറഞ്ഞു, യൗമുറു ബിൽ മഅറൂഫ് അബിൽ ഖൈർ, അങ്ങനെ സേവനം ചെയ്യാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ നന്മ ഉപദേശിക്കുകയെങ്കിലും ചെയ്യുക. ഫൈന്നഹു സദക്കത്തുൻ, അതും ഒരു സദക്കയാണ്. നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, നല്ല കാര്യങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുക, അതും സദക്കയാണ്. അങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദക്കയെ വിശദീകരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് എല്ലാവർക്കും സദക്ക എന്ന ബാധ്യതയുണ്ടെന്ന്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, സദക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം അപരന് കൊടുക്കുന്ന ഏത് ശൈലിയും കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്കാണ് സദക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഈ ആയുസ്സാകുന്ന മൂലധനത്തെ സദക്കകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഒരു മനുഷ്യന്റെ പ്രയാസം പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സദക്കകൾ വേറെയില്ല, ഏത് അളവിലും. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന പ്രമുഖ സഹാബിയായിരുന്ന അദ്ദേഹം ഒരിക്കൽ മദീന പള്ളിയിൽ ഇഴ്തികാഫിരിക്കുകയാണ്. പ്രവാചകന്റെ മരണശേഷം നടന്നൊരു സംഭവമാണ്. അങ്ങനെ മദീന പള്ളിയിൽ ഇഴ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇഴ്തികാഫിലായിരിക്കെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ പെട്ടെന്ന് കയറി വന്നു. ആ കയറി വന്ന മനുഷ്യന്റെ മുഖത്ത് നിന്ന് ഇദ്ദേഹം വായിച്ചെടുത്തു, എന്തോ ഒരു ദുഃഖം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്, എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ കടന്നു വന്നത്, അസ്വസ്ഥനായ ഒരു മനുഷ്യൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, എന്താണ് താങ്കളുടെ ദുഃഖം? വായിച്ചെടുക്കാമല്ലോ താങ്കളുടെ മുഖത്ത് നിന്ന്, എന്തോ ഒരു പ്രയാസം താങ്കളെ വേട്ടയാടുന്നുണ്ട്, ഒന്ന് പറയൂ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിലോ? അപ്പൊ വന്നാള് പറഞ്ഞു, പ്രവാചകന്റെ പിതൃവ്യ, താങ്കൾ പറഞ്ഞത് ശരിയാണ്, എന്നെ ഒരു വല്ലാത്ത ദുഃഖം വേട്ടയാടുന്നുണ്ട്. ഞാൻ ഒരാൾക്ക് കുറെ സാമ്പത്തിക ബാധ്യത തീർക്കാനുണ്ട്, ഞാൻ വലിയ കടബാധ്യതനാണ്. ഞാൻ കടം കൊടുക്കാനുള്ള വ്യക്തിയെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നതാണ് എന്റെ ഒരു ദുഃഖം. കടത്തെപ്പറ്റി പ്രവാചകൻ പറഞ്ഞല്ലോ, ഫൈന്നഹ ഹമ്മും ബിൽ ലൈലി വ മദല്ലത്തും ഫിന്നഹാർ, കടം അത് രാത്രിയിൽ ദുഃഖമാണ്, പകലിൽ അത് നിന്ദ്യതയാണ്. നേരം വെളുത്ത നിന്ദ്യത, കടക്കാരെ കണ്ടിട്ട് തിരിഞ്ഞ് പോകാതെ നിവൃത്തിയില്ല. എവിടെ ചെന്നാലും കടക്കാരെ കാണണം എന്നുള്ള നിന്ദ്യത, റൂട്ട് മാറിപ്പോകേണ്ട അവസ്ഥ, വഴിമാറിപ്പോകേണ്ട അവസ്ഥ. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിൽ വന്നാലോ
അപ്പോൾ ദുഃഖം, രാത്രിയിൽ ദുഃഖം, നേരം വെളുത്താൽ നിന്ദ്യത. മനുഷ്യരെ ബാധിക്കുന്ന വലിയൊരു പ്രയാസമാണ് കടം. ഇതിനു മുമ്പുള്ള ചില ഖുതുബകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കടത്തെപ്പറ്റി. നിങ്ങൾ ദാനം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം കടം കൊടുക്കലാണ് എന്നുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണത്. അപ്പൊ ഈ കടന്നു വന്ന ഈ മനുഷ്യന്റെ പ്രയാസം കടമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാനൊന്ന് സംസാരിക്കാം. താങ്കളുടെ കടത്തിന്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എങ്കിൽ വലിയ അനുഗ്രഹമായി. പ്രവാചകന്റെ പിതൃവ താങ്കൾക്ക് അങ്ങനെ ഒന്ന് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ വലിയ പുണ്യമാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത്തികാഫിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഭാവിച്ചു, മറ്റേയാളെ കണ്ട് സംസാരിക്കാൻ. അപ്പൊ ഇദ്ദേഹം കടന്നു വന്ന ആള് ചോദിച്ചു, ഇബ്നു അബ്ബാസ്, താങ്കൾ ഇത്തികാഫിലാണ് എന്ന കാര്യം മറന്നുപോയോ? താങ്കൾ ഇത്തികാഫിലാണ്, ഉടനെ തന്നെ പോയി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. താങ്കൾ ഇത്തികാഫിലാണ് എന്ന കാര്യം മറന്നുപോയോ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ മറന്നതല്ല, എനിക്കറിയാം ഞാൻ ഇത്തികാഫിലാണ്. പക്ഷേ പ്രവാചകന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമയത്തു സാഹിബ് ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മദീന പള്ളിയോട് ചേർന്നുള്ള ആയിഷ ബീവിയുടെ മുറിയിൽ പ്രവാചകന്റെ ഖബർ, ആ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഖബറിൽ കിടക്കുന്ന മഹാമനുഷ്യൻ, ഈ ഖബറിൽ കിടക്കുന്ന മഹാനായ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? മൻ മശാഫി ഹാജത്തി അഖീഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ ദുഃഖം അകറ്റാൻ, തന്റെ സഹോദരന്റെ ഒരു പ്രയാസം പരിഹരിക്കാൻ വേണ്ടി ആരെങ്കിലും പുറപ്പെട്ടാൽ, എന്നിട്ടത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്താൽ, കാനലഹു ഖൈറൻ മിൻ ഇത്തികാഫി അശ്ർ സിനീൻ, 10 കൊല്ലം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവന്റെ ഈ മാർഗത്തിലെ യാത്ര എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ താങ്കളുടെ ഈ കടബാധ്യതയെപ്പറ്റി മറ്റേ വ്യക്തിയോട് സംസാരിക്കുക, താങ്കളുടെ ഈ പ്രയാസം ഞാൻ പരിഹരിച്ചു തരുക എന്നതാണ് ഞാൻ ഈ ഇത്തികാഫിലിരിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഒരു മനുഷ്യന്റെ പ്രയാസം പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ കാനലഹു ഖൈറൻ മിൻ ഇത്തികാഫി അശ്ർ സിനീൻ, 10 കൊല്ലം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്. മനുഷ്യരുടെ ദുഃഖം ഏറ്റെടുക്കുക, വേദനിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് അത് പരിഹരിച്ചു കൊടുക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമം, അതാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അവരാണ് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, ഇടതുപക്ഷവും വലതുപക്ഷവും. പരലോകത്തെ വലതുപക്ഷം, ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്അബ യതീമൻ ദാ മക്റബ ഔ മിസ്കീനൻ ദാ മത്രബ സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യരെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അവരാണ് വലതുപക്ഷക്കാർ, ഉലൈക അസ്ഹാബുൽ മൈമന. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം ഇതാണ്. കേവലം ഒരു ആബിദ്, കൃത്യമായി നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന, കഴിയുമെങ്കിൽ വർഷാവർഷം ഹജ്ജും ഉംറയുമൊക്കെ ചെയ്യുന്ന നല്ല ഒരു ആബിദാവുക എന്നതല്ല മാത്രമല്ല നമ്മുടെ ദൗത്യം. ഈ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുക്കുന്ന ഒരു ദൗത്യവും കൂടി നിങ്ങൾ നിർവഹിക്കണം. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന ജിഹാദ് പ്രയത്നം, ആ കച്ചവടത്തിന് നിങ്ങൾ ഒരുക്കമാണോ എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ആ തരത്തിൽ നമ്മുടെ ജീവിതം സദഖകൾ കൊണ്ട് നിറക്കാൻ
അള്ളാഹുവിന്റെ അപാരമായ ആ അനുഗ്രഹം നേടിയെടുക്കുവാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവൻ തയ്യാറാക്കി വെച്ച ആ സ്വർഗീയ പാർപ്പിടങ്ങളിൽ സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമായിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ആ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭാഗ്യവാന്മാരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن بين نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.